ആലപ്പുഴ അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ അവിടെ തെളിവെടുപ്പ് നടക്കുകയാണ്. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. കരുനാഗപ്പള്ളി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമുക്കൊപ്പം ശരത് എസ് ചേരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. ശരത്ത്, ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങുകയാണോ? സുജയ, നിലവിൽ ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളാണ് നടക്കുന്നത്. അതായത് ഈ മൃതദേഹം കോൺക്രീറ്റ് ഇട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് ചില വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് മൃതദേഹത്തിന് പുറത്തായി കോൺക്രീറ്റ് ഇട്ട് മൂടിയിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ ഈ മറവെച്ച്, അതായത് നമുക്കറിയാം ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന ഭാഗം പൂർണ്ണമായും കറുത്ത മറവെച്ച് മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ എളുപ്പമാരും കാണാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഇട്ട് വരെ മൂടിയിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റുകൾ നടപടികൾ പൂർത്തീകരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ തെളിവെടുപ്പ് നടപടികളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ വെച്ച് തന്നെ കൊലപാതകം നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ശേഷമാണ് മൃതദേഹം വീടിന് പുറകിലെ ഒഴിഞ്ഞ പറമ്പിലേക്ക് മാറ്റിയത്. അവിടെ ഇത്തരത്തിൽ ആളില്ലാത്ത സമയത്ത് രാത്രിയോ മറ്റോ ആണ് ഈ രീതിയിൽ ഈ പറമ്പിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയത് എന്നുള്ളതാണ്. കുഴിച്ചു മൂടിയ സമയത്ത് ഈ മൂടിയ മൃതദേഹം കുഴിയിലിട്ട ശേഷം മണ്ണിട്ട് മൂടി അതിനു പുറത്ത് ഇത്തരത്തിൽ കോൺക്രീറ്റ് ഇട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് ആ കോൺക്രീറ്റ് കൂടി മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് എന്നുള്ളതാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. എന്തായാലും ആ രീതിയിൽ പോലീസിന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഫോറൻസിക് സംഘം മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി ശേഖരിക്കും. ശേഷം വിശദമായ പരിശോധന കൂടി നടത്തും.